ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പി പ്രസാദ്, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കിടെയായിരുന്നു ആദ്യം ഇത്തരത്തിലൊരു വിവാദമുണ്ടായത്. അന്ന് താങ്കൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തതാണ്, നിലപാട് പറഞ്ഞതുമാണ്. ഇപ്പോൾ അതിന് തുടർച്ചയുണ്ടാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി എങ്ങനെ കാണുന്നു ശ്രീ പി പ്രസാദ്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിക്കുണ്ട്. ആ ഉത്തരവാദിത്വമാണ് സഖാവ് വി ശിവൻകുട്ടി ഇന്ന് രാജ്ഭവനിൽ നിറവേറ്റിയത്. ഭരണഘടനയെ തൊട്ടാണ്, അല്ലെങ്കിൽ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഈ ചുമതല ഏറ്റെടുക്കുന്നതും എല്ലാം. അപ്പോൾ പ്രത്യേകമായ ഒരു വിഭാഗത്തിന്റെ കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിക്കുകയും അത് അംഗീകരിക്കണം എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നിടത്ത് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. ഇവിടെ രാജ്ഭവൻ ഒരു പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ ഭരണഘടന പറയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഔദ്യോഗികമാക്കാനുള്ള ഒരു ശ്രമം നടത്തുക, അതോടൊപ്പം തന്നെ ഇത് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കകത്ത് ഇത്തരം പരിപാടികൾ ഉണ്ടാവണമെങ്കിൽ സർക്കാരുമായി ഒരു ആശയവിനിമയം നടത്തേണ്ടത്, ആശയവിനിമയം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമല്ല, എത്രയോ കാര്യങ്ങൾക്കകത്ത് രാജ്ഭവൻ സർക്കാർ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താറുണ്ട്. രാജ്ഭവനുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സംവിധാനം ഉണ്ടെന്നിരിക്കെ അത്തരം ഒരു സംവിധാനവും വിനിയോഗിക്കാതെ, ഇതിന്റെ പേരിൽ ഒരു പേര് പോലും നീക്കാതെ ഒരു മിനിറ്റ് പ്രോഗ്രാമിനകത്ത് അച്ചടിച്ചു വിടുകയും അല്ലെങ്കിൽ ഒരു കാര്യം പോലും പുറത്തു പറയാതെ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് സംശയിക്കുന്നതായിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞതെങ്കിൽ തീർത്തും ദുരുദ്ദേശപരം മാത്രവുമല്ല, സമൂഹത്തിലൊരു സ്പർദ്ധ ഉണ്ടാക്കുക, പ്രതിസന്ധി ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ബോധപൂർവമായ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ശ്രീ പി പ്രസാദ്, ഇപ്പോൾ ഈ രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നുണ്ട്. അതിൽ ഈ മന്ത്രിയുടേത് ഗുരുതരമായ അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിയെ നിശിതമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാജ്ഭവനും പിന്നോട്ടില്ലെന്ന സൂചന നൽകുന്നു. പരസ്യമായി തന്നെ മന്ത്രിയുടെ നിലപാടുകളെ വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശ്രീ പി പ്രസാദ്. അല്ല, അവർക്ക് ആ വിമർശനമൊക്കെ ഉന്നയിക്കാം. അതിനേക്കാൾ ശക്തമായി ഞങ്ങൾ വിമർശിക്കുന്നു. ആര് നിശ്ചയിച്ചിട്ടാണ് ഇത്തരം ചിത്രത്തെ അവിടെ പ്രദർശിപ്പിക്കുന്നത്? ഇത് ഇന്ത്യ അംഗീകരിക്കണം, ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കണം, ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് അംഗീകരിക്കണം എന്ന് എവിടെയാണ് തീരുമാനിച്ചത്? ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗവർണർ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സർക്കാർ പരിപാടികൾക്കകത്ത് ഇങ്ങനൊരു ചിത്രം വെക്കണം എന്നും സാമാന്യ മര്യാദയ്ക്ക് രാജ്ഭവൻ ചെയ്യേണ്ടത് അതായിരുന്നില്ലേ? ആ സാമാന്യ മര്യാദകളുടെ ലംഘനം നടത്തിയിട്ട് ആരെയാണ് ഇവർ പ്രോട്ടോകോൾ പഠിപ്പിക്കാൻ പോകുന്നത്? ശരി, നന്ദി. ശ്രീ പി പ്രസാദ്, കൃഷി വകുപ്പ് മന്ത്രിയാണ് പ്രതികരണം അറിയിച്ചത്.